നടപ്പാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് എൻ്റെ മകൾ അനുഭവിച്ച വേദന, 27 കുത്ത്, ഒരു കൈയിലെയും കാലിലെയും മാംസത്തോടു കൂടി തൊലിയടർന്ന് പോയത്, ഭീതി, ആരും സഹായിക്കാനില്ലാതെ അലറിക്കറിഞ്ഞപ്പോൾ ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത നിസ്സഹായാവസ്ഥ. പ്രോസിക്യൂട്ടറും ടീമുമായിട്ട് ആലോചിച്ചിട്ട് ഉയർന്ന കോടതിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ തുടരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെക്കുറിച്ചൊരു കരുതാൻ പറ്റിയല്ലോ. കോടതിയുടെ നിഗമനം അനുസരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതി ഒരു ഭേദപ്പെട്ട ശിക്ഷ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 30 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അടുത്ത ലൈഫ് ഇംപ്രിസൺമെൻറ്റ് തുടങ്ങുകയുള്ളൂ. അപ്പം അതൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറും ടീമുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഉയർന്ന ശിക്ഷ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നതാണ്. നിയമപോരാട്ടം തുടരും, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ സാറിന് ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി സന്ദീപിന് ജീവപര്യന്തം എന്നതാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പല ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ജീവപര്യന്തം തടവ് ശിക്ഷ കൊലക്കുറ്റത്തിനാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം 30 വർഷം തടവുണ്ട്. ജീവപര്യന്തം തുടങ്ങുന്നത് 30 വർഷം തടവിന് ശേഷമായിരിക്കും എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രതാപ് ജി പടിക്കൽ ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും എന്ന കാര്യവും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വന്ദനയുടെ കുടുംബത്തിന് ഈ വിധിയിൽ അതൃപ്തിയുണ്ട്. കാരണം ഇത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായി, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്നതായിരുന്നു കുടുംബം ആഗ്രഹിച്ചിരുന്നത്. നിയമം അനുശാസിക്കുന്നത് അതാണ് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ദനാദാസിൻ്റെ പിതാവ് കെ ജി മോഹൻദാസ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൽ വിധിയിൽ തൃപ്തനല്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. അതേസമയം തന്നെ ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും, ആ ഒരു നിർദ്ദേശം പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വന്ദനയുടെ കുടുംബത്തിന് ഈ വിധിയിൽ അതൃപ്തിയുണ്ട്. വിധിയിൽ ഈ വിധിയല്ല തങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം മകൾക്കുണ്ടായ ഏക മകളെ നഷ്ടപ്പെട്ട ആ സംഭവത്തിൽ മകൾക്ക് ഏറ്റ ആ ദാരുണമായ സംഭവങ്ങൾ, മകൾ അനുഭവിച്ച ആ പ്രശ്നങ്ങൾ, അതിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമായിരുന്നു എന്ന അഭിപ്രായമാണ് വന്ദനദാസിൻ്റെ മാതാപിതാക്കൾക്കുള്ളത്. പ്രതിക്ക് 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. 310 വകുപ്പ് പ്രകാരം മറ്റൊരു ജീവപര്യന്തവും ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ആദ്യത്തെ 30 വർഷം ശിക്ഷയ്ക്കുള്ള ശേഷമാണ്, ആദ്യത്തെ 30 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് ഈ കൊലപാതക കേസിലെ പ്രതി സന്ദീപിന് പിന്നീട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏതായാലും കേസിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.